അസ്ഥികൾ കെട്ടിത്തുടങ്ങിയതോടെ ആരോ പേടിച്ചു തുടങ്ങി. ധർമ്മസ്ഥലയിലെ നിഗൂഢതയുടെ വാർത്തയിലേക്ക് തന്നെയാണ്. കർണാടക ധർമ്മസ്ഥലയിൽ വെളിപ്പെടുത്തൽ നടത്തിയ ശുചീകരണ തൊഴിലാളിയെ SIT അംഗം ഭീഷണിപ്പെടുത്തിയെന്ന പരാതി. സിർസി സ്റ്റേഷൻ ഇൻസ്പെക്ടറായ മഞ്ജുനാഥ ഗൌഡയ്ക്കെതിരെയാണ് സാക്ഷിയുടെ അഭിഭാഷകൻ ആഭ്യന്തരമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുന്നത്. അന്വേഷണ സംഘത്തിൽ നിന്ന് ഇയാളെ മാറ്റണമെന്ന് ആക്ഷൻ കമ്മിറ്റി ആവശ്യപ്പെട്ടു. മണ്ണ് നീക്കം ചെയ്തുള്ള 5-ാം ദിവസത്തെ പരിശോധനയിൽ കാര്യമായി ഒന്നും കണ്ടെത്താനായില്ല. ഇന്നലെ രാത്രി ബൽത്തങ്ങടിയിലെ SIT ഓഫീസിൽ വെച്ച ഇൻസ്പെക്ടർ മഞ്ജുനാഥ ഗൌഡ സാക്ഷിയെ ഭീഷണിപ്പെടുത്തിയെന്നാണ് അഭിഭാഷകൻ നൽകിയ പരാതി. ചിലർ സമ്മർദ്ദത്തിലാക്കി പരാതി നൽകിയതാണെന്ന് പറഞ്ഞില്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ജയിലിലാക്കുമെന്നായിരുന്നു ഭീഷണി. സാക്ഷിയെ കൊണ്ട് ചില കാര്യങ്ങൾ പറയിപ്പിച്ച മൊബൈലിൽ വീഡിയോ എടുത്തു. പരാതി പിൻവലിക്കാൻ നിർബന്ധിച്ചുവെന്നും ആരോപണം. മഞ്ജുനാഥ ഗൌഡയ്ക്കെതിരെ അഭിഭാഷകർ ആഭ്യന്തരമന്ത്രിക്ക് പരാതി നൽകി. ഇയാളെ SITയിൽ നിന്ന് നീക്കണമെന്നാണ് ആക്ഷൻ കമ്മിറ്റിയുടെയും ആവശ്യം. ഈ പുള്ളീനെ മാത്രം റൂമിൽ വിളിപ്പിച്ചിട്ട് അവിടെ നിന്ന് പേടിപ്പിച്ച് ഏതോ സ്പോട്ടിൽ പോകാമെന്നാലും വീഡിയോക്കാർ വേണം. വീഡിയോ വക്കീലിനെ വിടുന്നില്ലായിരുന്നു. വക്കീലിനെന്ന് പറഞ്ഞാൽ അവനെ മാത്രം വിളിച്ചുകൊണ്ട് പോകുമായിരുന്നു. വക്കീലിനെ പുറത്ത് നിർത്തിയ സ്പോട്ടിൽ. ഇനിയിപ്പം വക്കീലും അതിൻ്റെ കൂടെ പോകണം. ലോകം കാണട്ടെ. എന്തായാലും ലോകം അറിഞ്ഞല്ലോ ഇവിടെ കുഴിച്ചിട്ടാന്ന്. ഇനി കുഴിച്ചിട്ട് എടുക്കുന്നതുകൊണ്ട് ലോകം അറിയണം. പരാതി അന്വേഷിക്കുമെന്ന് SITയിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി. ഇന്ന് പരിശോധന നടത്തിയ 2 സ്പോട്ടുകളിൽ നിന്നും ഒന്നും കണ്ടെത്താനായില്ല. ഉച്ചയ്ക്ക് ശേഷം പെയ്ത കനത്ത മഴ തിരച്ചിലിനെ സാരമായി ബാധിച്ചു. എങ്കിലും 10-ാം സ്പോട്ടിലെ പരിശോധന കൂടി പൂർത്തിയാക്കിയാണ് SIT സംഘം മടങ്ങുന്നത്. നാളെ പരിശോധന ഉണ്ടാവില്ല. ക്യാമറാമാൻ രജീഷ് കരിവള്ളൂരിനൊപ്പം മുഹമ്മദ് റഹീസ്, 24 ധർമ്മസ്ഥല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.